ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷുഗർ ബേബി എന്ന ഫിലിപ്പിയൻ മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലിരുന്ന് വൈനെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായികയെയാണ് കാണിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ ഉറക്കത്തിൽ നിന്നും നായികയെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന അവരുടെ മകനെയാണ് കാണിക്കുന്നത്. ആ സമയം അവൾ ഇന്ന് ജോലിക്ക് പോകാൻ വേണ്ടി ലേറ്റ് ആവും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തിരക്ക് പിടിച്ചുകൊണ്ട് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നു. നായിക ഒരു റൂം മാത്രമുള്ള ഒരു ചെറിയ വീട്ടിലാണ് താമസിക്കുന്നത്. ജോലിയെല്ലാം തീർത്ത് തനിക്ക് ജോലിക്ക് പോകാനായി വേഗം കുളിക്കാനായി പോകുന്നു. എന്നാൽ ആ സമയം അവളുടെ ഭർത്താവ് അവൾക്ക് തിരക്കാണ് എന്നുപോലും പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതെ അവളെ നിർബന്ധിച്ചുകൊണ്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. നായിക തന്റെ മകന്റെ ടിഫിനെല്ലാം റെഡിയാക്കിക്കൊണ്ട് അവനെയും കൂട്ടി വേഗം അവരുടെ ബിൽഡിങ്ങിന് താഴെ നിന്നും ലഭിച്ച ഒരു ഓട്ടോയിൽ കയറി തന്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ നായികയുടെ ഭർത്താവാണെങ്കിൽ ഒരു ജോലിക്ക് പോലും പോകാതെ നായികയുടെ പേഴ്സിൽ നിന്ന് ലഭിച്ച പൈസ ഉപയോഗിച്ച് ഡ്രഗ്സ് എല്ലാം അടിച്ച് തന്റെ സുഹൃത്തുക്കളോടൊപ്പം ആസ്വദിച്ച് നടക്കുന്നു. അവിടെ കടിച്ചത് ഒരു ഹോട്ടൽ റൂമിൽ റെഡിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെയാണ് കാണിക്കുന്നത്. അവരുടെ പേരാണ് ലില്ലി. എന്നാൽ ആ സമയം ആ സ്ത്രീക്ക് പരിചയമുള്ള ഒരു വ്യക്തി ആ റൂമിലേക്ക് കടന്നു വരുന്നു. അയാളെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്ന വിവരമെല്ലാം തിരക്കുന്നു. എന്നാൽ അയാൾ താൻ ഫാമിലിയുടെ കൂടെയായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഗിഫ്റ്റ് എല്ലാം അവൾക്ക് കൊടുക്കുന്നു. ഗിഫ്റ്റ് എല്ലാം കിട്ടി സന്തോഷിച്ച് നിൽക്കുന്ന സ്റ്റെല്ലയോട് ഈ ഗിഫ്റ്റിന് പകരമായി എന്താണ് നൽകാൻ പോകുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഇത് പറഞ്ഞതും അവർ രണ്ടുപേരും കൂടി ആ റൂമിൽ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. അവിടെ കച്ചിത് തന്റെ ജോലി സ്ഥലത്തേക്ക് കയറി ചെല്ലുന്ന നായികയെയാണ് കാണിക്കുന്നത്. നമ്മുടെ നായിക ഒരു ജ്വല്ലറിയിലെ സെയിൽസ് ഗേൾ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ജോലിക്ക് കയറാൻ വേണ്ടി ലേറ്റ് ആയതുകൊണ്ട് അവൾ വന്ന ഉടൻ തന്നെ നേരെ മാനേജറെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ ക്യാബിനിലേക്ക് പോകുന്നു. എന്നാൽ മാനേജറിനാവട്ടെ നായികയോട് ഒരു ഇൻട്രസ്റ്റ് എല്ലാം ഉള്ളത് കൊണ്ട് നീ ലേറ്റ് വന്നാലും കുഴപ്പമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവളോട് ജോലിക്ക് ജോയിൻ ചെയ്തോളാൻ വേണ്ടി പറയുന്നു. അവിടെ കച്ചിത് ജ്വല്ലറിയും ഗോൾഡെല്ലാം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. ആ സമയം ലില്ലി തന്റെ ബോയ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ള പൈസ എല്ലാം വെച്ച് ഒരു ജ്വല്ലറി വാങ്ങാൻ വേണ്ടി നായികയുടെ കടയിലേക്ക് കയറി വരുന്നു. അപ്പോഴാണ് നമുക്ക് ലില്ലിയും നായികയും പണ്ട് ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്തതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി കുറെ നേരം അവിടെ വെച്ച് സംസാരിച്ചിരിക്കുന്നു. ലില്ലി അവിടെ നിന്നും പോകുന്നതിന് മുമ്പായി നായികയ്ക്ക് ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ കടയിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ജ്വല്ലറി തന്നെ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടെ കച്ചിത് നൈറ്റിൽ ഷോപ്പെല്ലാം ക്ലോസ് ചെയ്ത് കണക്കെല്ലാം ഓണറിനെ ഏൽപ്പിക്കുന്ന നായികയാണ് കാണിക്കുന്നത്. ഈ സമയം ഓണർ അയാൾ നായികയോട് നീ ഇന്ന് നടത്തിയ സെയിൽ പോലെ സ്ഥിരം നടത്തുകയാണെങ്കിൽ നീ നേരത്തെ ചോദിച്ചിട്ടുള്ള പൈസയെല്ലാം താൻ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്ത് നൽകാമെന്ന് നായികയോട് പറയുന്നു. എന്നാൽ നായിക ലില്ലി തന്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ഓർണമെന്റ്സ് എല്ലാം പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയതെന്നും അതുപോലെ എല്ലാ ദിവസവും സെയിൽ നടത്തുന്നത് പോസിബിൾ അല്ല എന്നുമെല്ലാം ഓണറോട് പറയുന്നു. നായികയ്ക്ക് കുറച്ച് ആൽക്കഹോളെല്ലാം കുടിക്കാൻ കൊടുത്ത ശേഷം അങ്ങനെയാണെങ്കിൽ പൈസ വെറുതെ തരാനാവില്ലെന്നും നായിക അയാളുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ അവൾ ചോദിച്ച പൈസയെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുമെല്ലാം നായികയോട് പറയുന്നു. ഇത് കേട്ട് ഇതിനെ വിസമ്മതിച്ച നായികയോട് അയാൾ അവിടെ വെച്ച് മോശമായിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ നായിക അയാളെ ആ റൂമിൽ വെച്ച് തള്ളിയിട്ടുകൊണ്ട് തന്റെ ബാഗുമെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഓടുന്നു. ഓടി ക്ഷീണിച്ച അവൾ തന്റെ ജോലി നഷ്ടപ്പെട്ട വിഷമത്തിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്ന് പൊട്ടിക്കരയുന്നു. അവൾ ഉടൻ തന്നെ അവളുടെ ഭർത്താവിനെ കോൾ ചെയ്തുകൊണ്ട് തനിക്കുണ്ടായ ആ മോശം അനുഭവത്തെ പറ്റിയുള്ള കാര്യമെല്ലാം പറയുന്നു. എന്നാൽ അവൻ കഴിച്ച ഡ്രഗ്സിന്റെ പുറത്ത് അതൊന്നും കേൾക്കാൻ കൂടി റെഡിയാവുന്നുണ്ടായിരുന്നില്ല. ഈ സമയം അതിലൂടെ കാറുമായി പോയിക്കൊണ്ടിരുന്ന ലില്ലി നായികയെ കണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. ലില്ലി വിഷമിച്ചിരിക്കുന്ന നായികയെ കണ്ട് അവളെ പിക്ക് ചെയ്തുകൊണ്ട് നേരെ അവളുടെ ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഹോട്ടലിലെത്തിയതും നായിക ലില്ലിയോട് തന്റെ വിഷമങ്ങളെല്ലാം തുറന്നു പറയുന്നു. എന്നാൽ ലില്ലി നിന്റെ വിഷമങ്ങളെ പറ്റി മറക്കാനെല്ലാം പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് ഒരു പബ്ബിലേക്ക് പോകുന്നു. കുറെ നേരം രണ്ടുപേരും കൂടി പബ്ബിൽ സമയമെല്ലാം ചെലവഴിച്ച ശേഷം നായികയും ലില്ലിയും കൂടി ലില്ലിയുടെ ഫ്ലാറ്റിലെല്ലാം വന്ന് അന്ന് രാത്രി അവിടെ വെച്ച് റൊമാൻസ് എല്ലാം ചെയ്യുന്നു. അവിടെയൊക്കെ ചെയ്ത് റൊമാൻസ് എല്ലാം കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം രാവിലെ തിരിച്ച് തന്റെ വീട്ടിലേക്ക് പോകുന്ന നായികയെയാണ് കാണിക്കുന്നത്. രാവിലെ വീട്ടിലേക്ക് കയറി വരുന്ന നായികയെ കണ്ട് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന നായികയുടെ ഭർത്താവ് തലേന്ന് രാത്രി നീ എവിടെയായിരുന്നു എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ തലേന്ന് ലില്ലിയുമൊത്ത് റൊമാൻസ് എല്ലാം ചെയ്തതിന്റെ ഹാങ് ഓവർ വിട്ടുമാറാത്ത നായിക അവിടെ വെച്ച് അവരുടെ ഭർത്താവിനെ നിർബന്ധിച്ചുകൊണ്ട് രണ്ടുപേരും കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. ഭർത്താവിന്റെ കൂടെ കുറെ നേരം എൻജോയ്മെന്റ് എല്ലാം ചെയ്ത ശേഷം അവൾ തന്റെ മകനെ നോക്കാനായി അവന്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. എന്നാൽ റൂമിൽ ബോധമില്ലാതെ കിടക്കുന്ന തന്റെ മകനെ കണ്ട് അവൾ പേടിച്ച് നിലവിളിക്കുന്നു. നായികയുടെ നിലവിളി ശബ്ദം കേട്ട ഉടൻ തന്നെ അവരുടെ ഭർത്താവ് മകനെയും എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ഡോക്ടർ നായികയുടെ മകന്റെ നില ഗുരുതരമാണെന്നും ഓപ്പറേഷന് വേണ്ട പൈസയെല്ലാം എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇതുപോലുള്ള ചെലവെല്ലാം വരുന്നത് കണ്ട് നായിക മൊത്തത്തിൽ വിഷമിക്കുന്നു. അവിടെ കച്ചത് ഓപ്പറേഷന് വേണ്ടിയുള്ള പൈസയെല്ലാം എങ്ങനെയുണ്ടാക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നായികയും അവരുടെ ഭർത്താവിനെയുമാണ് കാണിക്കുന്നത്. ആ സമയം കുറച്ച് പലിശക്കാരെല്ലാം അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് നായികയുടെ ഭർത്താവിനോട് അവരുടെ കയ്യിൽ നിന്നും മേടിച്ച പൈസയെല്ലാം തിരിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ഭർത്താവ് എങ്ങനെയെങ്കിലും താൻ എത്രയും പെട്ടെന്ന് പൈസ തരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൈസ നൽകാൻ വേണ്ടി കുറച്ച് സാവകാശമെല്ലാം അവരുടെ കയ്യിൽ നിന്നും ചോദിച്ചു മേടിക്കുന്നു.
അപ്പോഴാണ് നായികയ്ക്ക് തൻ്റെ ഭർത്താവിന് ഇത്രയും കടങ്ങളുണ്ട് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. ഇതെല്ലാം കണ്ട് അവൾക്ക് വളരെയധികം ദേഷ്യം വരുന്നു. അവൾ ലില്ലിയെ കോൾ ചെയ്തുകൊണ്ട് പൈസ അറേഞ്ച് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും വഴികളുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ഇത് കേട്ട ലില്ലി നായികയോട് അന്ന് രാത്രി ലില്ലിയെല്ലാം താമസിക്കുന്ന ആ ഫ്ലാറ്റിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ലില്ലി നായികയെ ആ നാട്ടിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ലില്ലി തന്റെ കാമുകനെ നായികയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അയാൾ നായികയോട് ഈ ഹോട്ടലിൽ വരുന്ന ഗസ്റ്റിനെ എല്ലാം ഹാപ്പിയായി വെക്കുകയാണ് നിന്റെ ജോലി എന്നുമെല്ലാം അവളോട് പറയുന്നു. അവർ ആ ഹോട്ടലിന്റെ റൂഫ് ടോപ്പിലെത്തിയ ഉടൻ തന്നെ ലില്ലി നായികയോട് അവിടെയുള്ള ആൾക്കാരുമായി എത്രയും പെട്ടെന്ന് കമ്പനിയാവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ നായികയ്ക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ലാത്തത് കൊണ്ട് അവൾ ആ ബാറിന്റെ കൗണ്ടറിൽ ചെന്ന് ഒരു ഡ്രിങ്ക്സ് എല്ലാം കഴിച്ച് അവിടെ തന്നെ ഇരിക്കുന്നു. എന്നാൽ ഈ സമയം നായികയെ കണ്ടതും ഒരു പ്രായമായിട്ടുള്ള വ്യക്തി അവളുടെ അടുത്ത് വന്നുകൊണ്ട് അവളോട് സോഫ്റ്റ് ആയിട്ടെല്ലാം പെരുമാറുന്നു. ഇത് കണ്ട് നായികയും അയാളോടൊപ്പം ചിരിച്ചു കളിച്ച് കുറെ നേരം സംസാരിച്ചിരിക്കുന്നു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ ഉടൻ തന്നെ അയാൾ നായികയോട് അവളുടെ റേറ്റ് എല്ലാം ചോദിക്കുന്നു. ഇത് കേട്ട് നായിക നേരെ ലില്ലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നായിക ലില്ലിയോട് തനിക്ക് ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്നുമെല്ലാം അവളുടെ മുഖത്തടിച്ച് പറയുന്നു. എന്നാൽ ലില്ലി നിന്റെ മകന്റെ ഓപ്പറേഷന് എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണമെങ്കിൽ മാർഗം മാത്രമേ ബാക്കിയുള്ളൂ എന്നുമെല്ലാം അവളോട് പറയുന്നു. തന്റെ മകന്റെ കാര്യം ഓർത്ത നായിക നേരത്തെ കണ്ട ആ പ്രായമായ വ്യക്തിയുടെ അടുത്ത് ചെന്നുകൊണ്ട് അയാളെയും കൂട്ടിക്കൊണ്ട് തൊട്ടടുത്തുള്ള റൂമിൽ പോയി ഫിസിക്കൽ റിലേഷനിലെല്ലാം പോകുന്നു. അവിടെ കച്ചത് ഹോസ്പിറ്റലിൽ മകനെ കാണാൻ വന്നിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം അവിടുത്തെ നഴ്സ് കുട്ടിക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മുമ്പായി ഒരു ലീഗൽ ഡോക്യുമെന്റ് സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും എന്നാൽ കുട്ടിയുടെ അച്ഛനെ എത്രയൊക്കെ നോക്കിയിട്ടും ഇവിടെ നിന്നും കാണാൻ വേണ്ടി സാധിച്ചില്ല എന്നുമെല്ലാം നായികയോട് പറയുന്നു. ഇത് കേട്ട നായിക എത്രയും പെട്ടെന്ന് ആ ഡോക്യുമെന്റ്സ് എല്ലാം സൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് നേരെ അവരുടെ വീട്ടിലേക്ക് വരുന്നു. എന്നാൽ വീട്ടിലെത്തിയതും ഹസ്ബൻഡ് സലാം അടിച്ചുകൊണ്ട് വീട്ടിൽ TV കണ്ടിരിക്കുന്നത് കണ്ട് നായിക അയാളോട് ഷൗട്ട് ചെയ്യുന്നു. ഇത് അവളുടെ ഭർത്താവിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ വെച്ച് വേർപിരിയുന്നു. നായിക തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ലില്ലിയുടെ ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നു. അങ്ങനെ ദിവസങ്ങൾ ചെല്ലുന്തോറും നായിക ഈ ജോലി നല്ല എക്സ്പീരിയൻസ് എല്ലാം ഗെയിൻ ചെയ്യുന്നു. അതുവഴി കിട്ടുന്ന പൈസയെല്ലാം ഉപയോഗിച്ച് തന്റെ മകന് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം അവൾ അവന് മേടിച്ചു കൊടുക്കുന്നു. അവിടെ കച്ചത് ഒരു ദിവസം റൂഫ് ടോപ്പിൽ വെച്ച് പുതിയ ഒരു ഗസ്റ്റിനെ പരിചയപ്പെടുന്ന നായികയെയാണ് കാണിക്കുന്നത്. ആ ഗസ്റ്റിന്റെ പേരാണ് ജെറി. താനൊരു ബിസിനസ്മാൻ ആണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നായികയുമായി പരിചയപ്പെടുന്നു. കുറച്ചു നേരത്തെ സംസാരം കൊണ്ട് തന്നെ കുറെ തമാശകളെല്ലാം പറഞ്ഞുകൊണ്ട് ജെറി നായികയെ കയ്യിലെടുക്കുന്നു. അവിടെ കച്ചത് തന്റെ ഫ്രണ്ടിന്റെ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. ആ സമയം ഫ്രണ്ട് അവളോട് തനിക്ക് ഇനി അധിക കാലം ആയുസില്ലെന്നും അതുകൊണ്ടാണ് എല്ലാവരെയും കാണാൻ വേണ്ടി ഇപ്പോൾ ഇതുപോലൊരു പാർട്ടി കണ്ടക്ട് ചെയ്ത് എന്നുമെല്ലാം നായികയോട് പറയുന്നു. പാർട്ടിയെല്ലാം നടക്കുന്നതിനിടയിൽ ഫ്രണ്ട് നായികയോട് നീ എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഭർത്താവ് ഒരു FBI ഏജന്റ് ആണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നേരെ ജെറിയെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ സമയം ജെറി അവരുടെ ഭർത്താവാണ് എന്നറിഞ്ഞ് നായിക മൊത്തത്തിൽ ഷോക്കാവുന്നു. ഇത് കണ്ട് ജെറിക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. നായിക ജെറിയോട് എന്തിനാണ് തന്നോട് ബിസിനസ്മാൻ ആണ് എന്ന് കള്ളം പറഞ്ഞ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ ജെറി നീ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോട്ടലിന്റെ MD അയാളുടെ കാമുകിയും ഈ നാട്ടിലെ വലിയ ഡ്രഗ് ഡീലേഴ്സ് ആണെന്നും അവരെ പിടികൂടാൻ വേണ്ടിയാണ് താൻ ആ ഹോട്ടലിലേക്ക് വരുന്നത് എന്ന കാര്യമെല്ലാം നായികയോട് പറയുന്നു. അവരെ പിടിക്കാൻ വേണ്ടി സഹായിക്കുകയാണെങ്കിൽ നായികയെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്തി കൊടുക്കാമെന്നുമെല്ലാം ജെറി നായികയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നു. അവിടെ കച്ചത് നായിക കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം ആ ഹോട്ടലിലേക്ക് പോലീസ് മാർച്ച് ചെയ്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയം നായിക ലില്ലിയും അവരുടെ കാമുകനും കാണാതെ അവർ പൈസയെല്ലാം ഹൈഡ് ചെയ്യുന്ന ലൊക്കേഷനെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് ജെറിയെ വിളിച്ചറിയിക്കുന്നു. എന്നാൽ ജെറി അവരെ പിടിക്കാൻ വേണ്ടി ആ മുറിയിലേക്ക് കയറിയ സമയം അവർ 3 പേർക്കും ഇടയിൽ ഒരു വെടിവെപ്പെല്ലാം നടക്കുന്നു. അങ്ങനെ ആ വെടിവെപ്പിനൊടുവിൽ ലില്ലിയും അവരുടെ കാമുകനും അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു. ലില്ലിയും കാമുകനുമെല്ലാം മരിച്ചു കിടക്കുന്നത് കണ്ട് തന്റെ വരുമാന മാർഗമെല്ലാം അവസാനിച്ച ഓർത്ത് നായിക അവിടെ വെച്ച് പൊട്ടിക്കരയുന്നു. എന്നാൽ ഇത് കണ്ട ജെറി അവരുണ്ടാക്കിയിട്ട പൈസയിൽ നിന്നും ഒരു ബാഗ് എടുത്ത് നായികയുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവളോട് ഈ പൈസയുമായി ഈ നാട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നായിക ആ ഹോട്ടലിലെ പോലീസുകാരുടെ എല്ലാം കണ്ണു വെട്ടിച്ചുകൊണ്ട് ആ പൈസയുമായി തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് ആ നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് താമസം മാറുന്നു. അവിടെ കച്ചത് പ്രസന്റിൽ നായികയുടെ മകന്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം അവന്റെ ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് കാണിക്കുന്നത്. ആ സമയം ആ പാർട്ടിയിൽ ജെറി ഗസ്റ്റായി വരുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.